അയ്യോ ആദ്യത്തിന്റെ മയക്കുമരുന്ന് ചെറുപ്പക്കാരൻ ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യ മനസ്സാക്കി ജനിക്കുന്ന ദൃശ്യങ്ങളുടെ നേർക്കാഴ്ചകളിലേക്ക്. സ്വന്തം അമ്മയെ വെട്ടിക്കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു തള്ളയോട് ഇങ്ങനെ ചെയ്യാമോ? എന്താ പണിയാ ചെയ്യുന്നേ? കൊട്ടാരത്തിൽ രാമൻ നായരുടെ മകനല്ലേ ഇവനെ ഞാൻ പഠിപ്പിച്ചതാ. ഇവൻ എന്റെ വിദ്യാർത്ഥിയായിരുന്നു. അടിക്കുന്ന കാലത്ത് എന്റെ മിടുക്കനായിരുന്നു. നിനക്ക് എന്ത് പറ്റി മോനെ? എന്താണ് നിനക്ക് പറ്റിയത്? നീ എന്റെ മോന്റെ പിറന്നാളായി രാമനായരുടെ ഭാര്യ പേരില് വഴിപാട് കഴിച്ചു. അമ്പുചാഷി. ഓ, നിന്നെയും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. എന്താണ് മോനെ പറ്റിയത്? എന്താ നീ ഇങ്ങനെ ആയിപ്പോയത്? ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് ഒരു ഗുളി കഴിച്ചതാ. എനിക്കിന്നത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. നിന്റെ സാറാ പറയുന്നത് അടങ്ങണ. നിന്റെ അധ്യാപകനാ പറയുന്നത് അടങ്ങ്. കണ്ടോ നമ്മുടെ സമൂഹം പോകുന്ന പോക്ക്, നമ്മുടെ യുവജനത പോകുന്ന പോക്ക്? ലഹരിയുടെ ആസക്തിയിൽ അടിമപ്പെട്ടു പോയ യുവതലമുറ. നിങ്ങളതിന് ഉത്തരവാദികളാണ്. നിങ്ങളതിന് ഉത്തരവാദികളാണ്. നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദികളാണ്. ശരിയാണ്, അതെ, അവൻ പറഞ്ഞത് ശരിയാണ്. നമ്മുടെ മനസാക്ഷിയുടെ മുമ്പിൽ നമ്മുടെ നെഞ്ചത്ത് കൈവച്ച് നമുക്ക് പറയാൻ കഴിയുമോ? നമ്മുടെ സമൂഹമാണ് ഇതിന്റെ ഉത്തരവാദികൾ. ഇന്നത്തെ ഭരണ സംവിധാനം മുക്കിന് തുറന്നു വെച്ചിരിക്കുന്ന ബാർ ഹോട്ടലുകൾ, ലഹരി മാഫിയ പിടിമുറുക്കിയ നമ്മുടെ വിദ്യാലയങ്ങൾ, കലാശാലകൾ, ഇതെല്ലാം കൊണ്ടും ഈ യുവതലമുറയെ വഴി തെറ്റിക്കുകയാണ്. ഇതിന് നമുക്കൊരു മോചനം വേണ്ടേ? നമുക്കൊന്നിച്ചാലോചിക്കാം. മാഷേ, എന്താ മാഷേ നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം വാസ്തവം തന്നെ. നിങ്ങളെ മികച്ച എന്താ പറയാ ശിഷ്യനായിട്ട് പഠിപ്പിച്ചവൻ, നല്ല അക്കാദമിക രംഗത്തെ മികച്ച പ്രഗത്ഭത കാഴ്ചവെച്ചവൻ. പക്ഷെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ഇവന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെയും സമ്മർദ്ദങ്ങളെയും തരണം ചെയ്യാൻ നിങ്ങൾ എവിടെയെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? വിദ്യാഭ്യാസത്തിൽ LKG UKG തൊട്ട് നിങ്ങൾ കൊടുക്കുന്ന സമ്മർദ്ദത്തിനപ്പുറത്തോട്ട് അവരെന്ത് ശിക്ഷണമാണ് കിട്ടിയിട്ടുള്ളത്? നല്ല മനുഷ്യനായി ജീവിക്കാനുള്ള ശിക്ഷണം അവന് കിട്ടിയിട്ടുണ്ടോ? തെറ്റുകണ്ട തിരുത്താൻ കഴിയാത്ത സാഹചര്യമല്ലേ സമൂഹത്തിലുള്ളത്? അച്ഛന് തിരുത്താൻ കഴിയില്ല, അധ്യാപകന് തിരുത്താൻ കഴിയാത്ത സംവിധാനം ഉണ്ടാക്കി വെച്ചത് ആരാണ്? ഇവന് കിട്ടേണ്ട ലഹരി, ആനന്ദ ലഹരി, സന്തോഷ ലഹരി, കുടുംബത്തിന് കിട്ടേണ്ട ലഹരികൾ കിട്ടാതെ പോകുമ്പോൾ അവൻ രാസലഹരിയുടെ പുറകെ പോവുകയാണ്. ഈ രാസലഹരി എത്തിച്ചു കൊടുക്കാൻ അവന് ചുറ്റും രാസലഹരി മാഫിയ വട്ടം ചുറ്റുകയാണ്. എങ്ങനെയാണ് സ്വതന്ത്രമായിട്ട് നമ്മുടെ നാട്ടിൽ രാസലഹരി മാഫിയ എങ്ങനെ വട്ടം ചുറ്റുന്നത്? ഈ നിയമ സംവിധാനം അതിന് ഉത്തരവാദിത്തം പറയേണ്ടി വരില്ലേ? ഇങ്ങനെ കൂട്ടായ ഉത്തരവാദിത്തം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ ഇതിനെ ചെറുത്തില്ലെങ്കിൽ നമ്മുടെ തലമുറ ഭാവിയിൽ ഇതുപോലെ തന്നെ സോംബികളായി മാറുന്ന സാഹചര്യം ഉണ്ടാകും. അതിനെ തരണം ചെയ്യാൻ നമ്മൾ ഒറ്റക്കെട്ടാവണം. മാഷേ, ഒറ്റക്കെട്ട്. എന്റെ പൊന്നു മക്കളെ, ഈ അമ്മയ്ക്ക് നിങ്ങളോട് അപേക്ഷയുണ്ട്. അരുത് മക്കളെ ലഹരി, അരുത് മക്കളെ അക്രമം. ഈ അമ്മയുടെ പ്രാർത്ഥന, ഈ അമ്മയുടെ എല്ലാം, ഈ സമൂഹത്തിന്റെ മുഴുവൻ അമ്മമാരുടെയും പ്രാർത്ഥനയാണിത്. അരുത് ലഹരി. ശരിയാണ്, അരുത് അക്രമം. ഇതൊരു ചോദ്യമാണ്. അതെ, നമ്മൾ ഒറ്റക്കെട്ടായി പറയണം. അരുത് ലഹരി, അരുത് അക്രമം, അരുത് ലഹരി, അരുത് അക്രമം. ഓക്കെ, താങ്ക് യു. ഗംഭീരായി. അമ്മ മനീഷിന്റെ അമ്മയല്ലേ? മനീഷിന്റെ അമ്മ. അമ്മയുടെ പേര് മഹിത. അമ്മ സിനിമയിൽ അഭിനയിക്കണം. ഒരു സിനിമ ഇറങ്ങാൻ പോകണം. അല്ല, ഒരു സിനിമ ഇറങ്ങാൻ പോകണം പ്രളയാനന്തരം. വയനാട്ടിലെ ഞങ്ങള് കലാകാരന്മാരൊക്കെ KLF-ൽ നമ്മൾ കണ്ടുപിട്ടിയ തരൂരിന്റെ കൂടെ ഉണ്ടായിരുന്ന അന്ന് അഭിനയിച്ചിരുന്നു. കഴിച്ച ആള്
അപ്പൊ ആഷ്മി, നമ്മൾ ഈ സുൽത്താൻ ബത്തേരി വന്നപ്പോഴേ നമ്മളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഒരു സംശുദ്ധ നഗരമായത്, ക്ലീൻ സിറ്റി. ബത്തേരി ഇത്രയും ക്ലീൻ ആക്കുന്നതിലും ഇത് ഈ സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി കേരളത്തിനൊരു മോഡലാണ്. അപ്പോ ടി കെ രമേശാണ് ഈ സുൽത്താൻ ബത്തേരി നഗരസഭയുടെ ചെയർമാൻ. വൈസ് ചെയർമാൻ ഇവിടെ ഉണ്ട്. വൈസ് ചെയർമാൻ ഇവിടെ അവിടെ ഉണ്ട്. ഓ സന്തോഷം. അല്ല, ഞങ്ങൾ ആദരിക്കേണ്ടത്. കാരണം നിങ്ങൾ ഇത്രയും ചെയ്തു പോയി. കാര്യം നമ്മുടെ ആൾക്കാര് തുപ്പി ബാക്കി നമ്മൾ പറയുന്നല്ലോ നാശമാക്കിയിടുന്ന ഒരു ജനതയുള്ളിടത്ത് ഇത് എത്ര മണിക്ക് തുടങ്ങും? ഇത് വെളുപ്പിന് 2 മണിക്ക് നമ്മൾ ആരംഭിക്കും. ഈ നാട്ടിലെ 2 മണിക്ക് തുടങ്ങും. റോഡൊക്കെ അടിച്ചു വരാൻ വെളുപ്പിന് 2 മണിക്ക് തുടങ്ങും. 7 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ ഈ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഇത് ഡബ് ചെയ്യുന്ന സ്ഥലത്തേക്ക് നമ്മളിത് കൊണ്ടുപോയി അവിടെ നമ്മൾ ശാസ്ത്രീയമായി സംസ്കരിച്ച് തരംതിരിച്ച് വേറെ കൊണ്ടുപോകുന്ന പ്രക്രിയയാണ് ഇപ്പോൾ. 2015 മുതൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അത് ഇന്നും മുറുകെ പിടിച്ച് ഒന്നുകൂടി ബെറ്റർ ആക്കി ഞങ്ങൾ കൊണ്ടുപോകുക. എനിക്ക് ബത്തേരിയാണെന്നോ മുനിസിപ്പാലിറ്റി ആണെന്നോ ആദ്യമായിട്ട് ഇത് ഇൻട്രോഡ്യൂസ് ചെയ്തത്. ഇത് ചെറിയ കാര്യമല്ല. നിങ്ങൾ വലിയ മനുഷ്യനാട്ടോ. ഒരു സല്യൂട്ട് ഉണ്ട് നിങ്ങൾക്ക്. അപ്പൊ നമ്മുടെ വൈസ് ചെയർമാൻ, അതായത് നിങ്ങൾ അത്യാവശ്യം ആൾക്കാർ റോഡിൽ തുപ്പിയൊക്കെ ചെയ്യുമല്ലോ, മാലിന്യമൊക്കെ വലിച്ചെറിയും. അവരെങ്ങനെ ഡീൽ ചെയ്യും? അടുത്തിടയ്ക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട MG ശ്രീകുമാറിന് പഞ്ചായത്ത് ഒരു പണിഷ്മെന്റ് കൊടുത്തു. ഒരു മാങ്ങ, പുള്ളി ഒരു പഴുത്ത മാങ്ങയായിട്ട് വീണ് 25,000 രൂപ പോയി. 5 പാട്ട് പാടിയാൽ കിട്ടുന്ന കാശാ പോയത്. ആദ്യമൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ആളുകൾ നമ്മുടെ ഇതിലേക്ക് സഹകരിച്ച് നമ്മുടെ ഒരു കൾച്ചറായി മാറിയിരിക്കുകയാണ്. അല്ല, ജനങ്ങൾ അതിനോട് ഭയങ്കരമായിട്ട് സഹകരിക്കുന്നുണ്ടല്ലേ? അപ്പൊ നിങ്ങൾ കൗൺസിലേഴ്സ് എല്ലാം ക്യാമറയുടെ മുമ്പിൽ അല്ലേ? എല്ലാ കൗൺസിലേഴ്സ് അല്ലേ? ക്ലീൻ സിറ്റിയുടെ ചാർജുള്ള ആളാണ്. ഓ, താങ്കൾക്ക് ഒരു സല്യൂട്ട്. കാര്യം ഇത് ഇങ്ങനെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഞാൻ നോക്കി വഴിയോരത്ത് വരുമ്പം നോക്കി, ചില സ്ഥലത്ത് ഇത്തിരി ഗന്ധമുണ്ട്. അത് ജനത്തിന്റെ പ്രശ്നമാണ് അല്ലെ, ഓടയുടെ പ്രശ്നമാണ്. അത് നിങ്ങൾക്ക് നേരെയാക്കാൻ പറ്റും. കാരണം വിദേശത്ത് ഒരു ടൂറിസ്റ്റ് ഇത് കാണുമ്പോഴേ ആരാ ഇവിടുത്തെ ചെയർമാൻ അന്വേഷിച്ചു വരണം. ഓക്കെ, വളരെ സന്തോഷം. നമ്മൾ ഓട ക്ലീൻ ആക്കാൻ വേണ്ടി പ്രോജക്ട് വെച്ചിട്ടുണ്ട്. അടുത്ത 1 വർഷം കൊണ്ട് അത് ക്ലിയർ ആവും. ഒരു കൗൺസിലർ തലപൊക്കി നോക്കുന്നുണ്ട്. അത് കൗൺസിലർ വന്നേ. കൗൺസിലറെ നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന വലിയ കാര്യമാണ് കേട്ടോ. കാര്യം ഇത് കേരളത്തിലെ എല്ലാ മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും ഒക്കെ ഇത് ചെയ്യട്ടെ എന്നാണ് നമ്മൾ ആശംസിക്കുന്നത്. അപ്പം നമുക്ക് നഗരം ക്ലീൻ ആക്കിയ പോലെ ഞങ്ങൾ ഇവിടെ ഇപ്റ്റയുടെ കലാകാരന്മാരാണ് ഇത് അവതരിപ്പിച്ചത്. പീപ്പിൾസ് തിയേറ്റേഴ്സ് അസോസിയേഷന്റെ സാറിന് ഞങ്ങളുടെ ഒരു ആദരം. അതെ അതെ, നിങ്ങൾ ശരിക്കും ഇവരെ ആദരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഞങ്ങളുടെ ഒരു റിപ്പോർട്ടറുണ്ട് ആലപ്പുഴയിലെ മനീഷ് മഹിപാൽ. മനീഷിന്റെ അമ്മയാണിത്. മനീഷ് മൂർത്തി നമ്മുടെ ചെന്നൈയായിരുന്നു. മനീഷ് മൂർത്തിയുടെ അമ്മയാണ് സത്യം ഗംഭീരമായി.